നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. സ്കൂളിൽ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാവുന്ന സോഷ്യൽ ആങ്സൈറ്റിയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അതിനെ നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മേജർ റോൾ പാരൻസിന് തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത്. സ്കൂളിൽ പോകാനൊരുങ്ങുന്ന കുട്ടിയുടെ അമിതമായ കരച്ചിലും ബഹളവും ചിലപ്പോൾ നോർമൽ ആയിരിക്കാം, ചിലപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ അതൊരു അബ്നോർമൽ രീതിയിൽ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ തന്നെ ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആദ്യം തന്നെ ഒരു പാരന്റ് ചെയ്യേണ്ടത് അത് നോർമലാണ് എന്ന് പറഞ്ഞ് അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ കാര്യം. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ പുതിയതായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആവശ്യമാണല്ലേ. അതുപോലെ തന്നെയാണ് ഒരു കൊച്ചു കുഞ്ഞിനും. അവൻ ആദ്യമായി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ പാരൻസ് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ആ കുട്ടിക്ക് വേണ്ടി ചെയ്തിരിക്കണം. ഒരു പ്ലേ സ്കൂളിലെ എൻവയൺമെൻറ്റ് എങ്ങനെയായിരിക്കും, അവിടെ നടക്കാൻ പോകുന്ന ഹാപ്പി ഇവൻറ്റ്സ്, അവിടെ നമ്മൾ പാട്ട് പാടും, അവിടെ റൈംസ് പഠിപ്പിക്കും, അവിടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഫൺ എന്തൊക്കെയാണ്, അവിടെ ടീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണ്, അങ്ങനെ നല്ല നല്ല വശങ്ങൾ, അതിനെക്കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ് എപ്പോഴും കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ സ്ഥിരം കണ്ടുവരാറ്, കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആദ്യം പാരൻസ് പറയാ നീ സ്കൂളിൽ ചെല്ലട്ടെ, അപ്പോൾ ടീച്ചർ ചോദിച്ചോളും എന്നാണ് നമ്മൾ ആദ്യം പറയുക. ഇത് പറയാതെ കുട്ടിയെ ടീച്ചറോ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയല്ലാതെ അവിടെ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഒരു പോസിറ്റീവ് ഇമേജ് ആ കുട്ടിക്ക് ആ സ്കൂളിനെ കുറിച്ച് ഉണ്ടാക്കി കൊടുക്കുക. സോ ദാറ്റ് ആ കുട്ടി ദേ വിൽ ബി എക്സൈറ്റഡ് ടു ഗോ ടു സ്കൂൾ. അതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സോഷ്യൽ ആയിട്ടുള്ള ഗ്യാതറിങ്ങിനോടോ അല്ലെങ്കിൽ ഒരു മിംഗ്ലിങ്ങിനോടോ കുട്ടിക്ക് ഒരു പേടിയാണ്. അത് കുറയ്ക്കാൻ വേണ്ടി ഒരു 2-3 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ എവിടെയൊക്കെ പോയാലും, അതായത് നമ്മൾ ചെറിയൊരു കടയിൽ പോയാലും ഒക്കെ ഈ കുട്ടിയെ കൂടെ നമ്മൾ എപ്പോഴും അക്കമ്പനി ചെയ്യണം. ആ കുട്ടി ചുറ്റുമുള്ള ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ് അവിടെ എല്ലാവരും പെരുമാറുന്നതൊക്കെ കണ്ടു വേണം വളരാനായിട്ട്. ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ, പ്ലേ സ്കൂളിൻ്റെ ടൈമിംഗ് തന്നെയാണ്. ദിവസങ്ങളിൽ വെറും 1 മണിക്കൂർ മാത്രമേ മാക്സിമം കുട്ടിയെ അവിടെ നമ്മൾ പ്ലേ സ്കൂളിൽ ഇരുത്താൻ പാടുള്ളൂ. യൂഷ്വലി ഡേയ്സ് കടന്നു പോകുന്ന അനുസരിച്ച് കുട്ടി ഓക്കെ ആവുന്ന അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ ടൈമിംഗ് കൂട്ടിക്കൊണ്ടുവരാൻ. ആദ്യ ദിവസങ്ങളിൽ ആരാണോ കുട്ടിയെ പിക്ക് ചെയ്യാൻ പോകുന്നത്, അച്ഛനാവാം അമ്മയാവാം, ആരാണെങ്കിലും ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ല. കാരണം കുട്ടിക്ക് നമ്മൾ ആ അഷ്വറൻസ് കൊടുക്കുവാണ് ദാറ്റ് പാരൻസ് അവരെ തിരിച്ചുകൊണ്ട് വിളിക്കാൻ വരുമെന്നുള്ള. ആ അഷ്വറൻസ് കിട്ടിയാൽ മാത്രമേ കുട്ടി ആ എൻവയൺമെന്റിൽ ഓക്കെ ആയി തുടങ്ങുകയുള്ളൂ. ഓരോ കുട്ടികളുടെയും ചിന്തകൾ നെഗറ്റീവ് ആവുമ്പോഴാണ് അവരുടെ ഫീലിങ്സ് നെഗറ്റീവ് ആവുന്നത്, അങ്ങനെ അവരുടെ ബിഹേവിയർ നെഗറ്റീവ് ആവും. സോ always give a very warm hug to every child. You have positive thoughts. Thank you.